നമസ്കാരം. കേരളത്തിൽ അടുത്ത 3 മണിക്കൂറിൽ വിവിധ ജില്ലകളിൽ മഴയ്ക്കും ശക്തമായി കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വടക്കൻ കേരളത്തിലെ ജില്ലകളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് സാധ്യത. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ അടുത്ത 3 മണിക്കൂറിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയതോ ഇടത്തരമോ ആയ മഴയ്ക്കാണ് സാധ്യത. ഇതോടൊപ്പം മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റും വീശിയടിച്ചേക്കാം. ഈ ജില്ലകളിൽ ഉള്ളവർ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ടതാണ്. അതേസമയം ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, വയനാട് എന്നീ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നു. കാറ്റും ഇടിമിന്നലും ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് തുറസായ സ്ഥലങ്ങളിൽ നിൽക്കുന്നവർ ജാഗ്രത പാലിക്കുക. മരങ്ങളുടെ ചുവട്ടിലും വാഹനം പാർക്ക് ചെയ്യരുത്. കേരളത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി തുടങ്ങിയ മഴ രാവിലെ വിവിധ പ്രദേശങ്ങളിലൊക്കെ തന്നെ തുടരുകയാണ്. വടക്കൻ ജില്ലകളിൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് തുടങ്ങിയ മഴയാണ് രാവിലെയും തുടരുന്നത്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളിലാണ് മഴ. രാവിലത്തെ ഉപഗ്രഹ ചിത്രങ്ങൾ പ്രകാരം അറബിക്കടൽ മേഖലയിൽ മേഘങ്ങൾ രൂപപ്പെടുകയും മഴ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഒരു ഭാഗമാണ് കേരളത്തിന് മുകളിൽ മഴ നൽകുന്നത്. കന്യാകുമാരി കടലിന്റെ മുകളിൽ രൂപപ്പെട്ട ചക്രവാത ചുഴിയും മാന്നാർ കടലിടുക്ക് മുതൽ കേരളത്തിന്റെ മുകളിലൂടെ കർണാടകയിലേക്ക് പോകുന്ന ന്യൂനമർദ്ദ പാത്തിയുമാണ് മഴയ്ക്ക് കാരണമാകുന്നത്. 2-3 ദിവസത്തിനകം കാലവർഷക്കാറ്റ് അറബിക്കടലിന്റെ തെക്കുകിഴക്കൻ മേഖലയിൽ എത്തുവാനും സാധ്യതയുണ്ട്. കേരളം, ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്ന തീരപ്രദേശമാണ്. മെയ് 26-നാണ് കാലവർഷം കേരളത്തിലെത്തുവാൻ സാധ്യതയെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചത്. കഴിഞ്ഞ ദിവസം ലഭിച്ച ശക്തമായ മഴയിലും കാറ്റിലും കേരളത്തിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. കോഴിക്കോട് ജില്ലയിൽ കൂടരഞ്ഞിക്കടുത്ത് കൂമ്പാറയിൽ മിന്നലേറ്റ ഒരാൾ മരിച്ചു. ജെയ്സൺ ആണ് മരിച്ചത്. 2 പേർക്ക് പരിക്കേറ്റിരുന്നു. കൂമ്പാറ ഇളംപുള്ളിൽ ജെയ്സൺ ആണ് മരിച്ചത്. വീടിന് സമീപത്തുള്ള കോഴി ഫാമിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് ജെയ്സൺ അപകടത്തിൽപ്പെട്ടത്. കോഴിക്കോട് നായർക്കുഴിയിൽ കഴിഞ്ഞ ദിവസത്തെ ഇടിമിന്നലിൽ നിലത്ത് വിരിച്ച് ഇന്റർലോക്ക് ഇളകി പുറത്തു വന്നു. വീട്ടിലെ ലൈറ്റുകളും ഫാനും സ്വിച്ച് ബോർഡും അടക്കം നശിച്ചു. തെക്ക് പടിഞ്ഞാറൻ കാലവർഷം കേരളത്തിലേക്ക് അടുത്തെത്തുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നിലവിലെ കാലാവസ്ഥാ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ മെയ് 26-ഓടെയാണ് കേരളത്തിൽ മൺസൂൺ ആരംഭിക്കാൻ സാധ്യത. പക്ഷേ മോഡൽ പ്രവചനത്തിൽ 4 ദിവസത്തെ വ്യത്യാസം സാധ്യത ഉണ്ടാകുമെന്നും കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. ഇതിനൊപ്പം അറബിക്കടലിലെ തെക്കുകിഴക്കൻ മേഖലകളിലും ബംഗാൾ ഉൾക്കടലിലെ തെക്ക് പടിഞ്ഞാറൻ തെക്കുകിഴക്കൻ ഭാഗങ്ങളിലേക്കും ആൻഡമാൻ കടലിലേക്കും കാലവർഷം അടുത്ത 2 മുതൽ 3 ദിവസത്തിനുള്ളിൽ കൂടുതൽ വ്യാപിക്കുവാനാണ് സാധ്യത. ശേഷിക്കുന്ന ആൻഡമാൻ ദ്വീപുകളിലേക്കും മൺസൂൺ മുന്നേറാൻ അനുകൂല സാഹചര്യമാണുള്ളത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി മുകളിലെ അന്തരീക്ഷത്തിൽ നിരവധി ചക്രവാത ചുഴികൾ തുടരുന്നതായും കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. വടക്കു കിഴക്കൻ തമിഴ്നാട്ടിനും പരിസര പ്രദേശങ്ങൾക്കും മുകളിൽ 1.5 കിലോമീറ്റർ ഉയരത്തിൽ ചക്രവാത ചുഴി നിലനിൽക്കുകയാണ്. പശ്ചിമ മധ്യപ്രദേശ് മേഖലയിലും സമാന സാഹചര്യമുണ്ട്. പടിഞ്ഞാറൻ വിദർഭ, കിഴക്കൻ ഉത്തർപ്രദേശ്, വടക്കു കിഴക്കൻ ബീഹാർ, കേന്ദ്ര അസം എന്നിവിടങ്ങളിലും താഴ്ന്ന അന്തരീക്ഷത്തിൽ ചക്രവാത ചുഴികൾ സജീവമാണ്. കന്യാകുമാരി, കോമോറിൻ പ്രദേശം ചുറ്റിപ്പറ്റിയും 3.1 കിലോമീറ്റർ ഉയരത്തിൽ ചുഴലിക്കാറ്റ് സ്വഭാവമുള്ള അന്തരീക്ഷ ചലനം തുടരുകയാണ്.